എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ കിണറിയിൽ വന്നിട്ട് ചായ കുടിക്കാത്ത ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് അതൊരു വലിയ നഷ്ടമാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഞാൻ പറയുന്നത് എന്താ വെച്ചാല് നമ്മുടെ പാല് നമ്മുടെ ചായക്കും കാപ്പിക്കും വില കൂടുതലെന്ന്, നമ്മുടെ ദോശയ്ക്ക് വില കൂടുതലെന്ന് പറഞ്ഞാല് നമുക്ക് പറയാനുള്ളത്, ഞാൻ പറയാ ഞങ്ങളുടെ ദോശയും ഞങ്ങളുടെ പാലും ഞങ്ങളുടെ ചായയും കഴിക്കുന്ന ആൾക്കാരെ ഭാഗ്യം എന്നാ പറയാ. നമ്മൾ അത്ര ചെലവ് ചെയ്തിട്ടാ അതുകൂടെ ചെയ്യണത്. അത് യാതൊരു സംശയമില്ല. ഇൻഡസ്ട്രിയൽ മിൽക്ക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതേപോലെ പൗഡറും കാര്യങ്ങളൊക്കെ കലക്കി നമുക്ക് കൊണ്ടുകൊടുക്കും. എനിക്ക് ഇതിനേക്കാൾ എത്ര ചീപ്പായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിക്കൂടെ. ഇത്ര ചെലവില്ല. എനിക്ക് വില കുറച്ച് മാർക്കറ്റിൽ അടിച്ചു പൊളിച്ച് കച്ചവടം ചെയ്യാൻ എനിക്ക് അറിയാണ്ടുമല്ല. ആ ഇൻവെസ്റ്റ്മെന്റ് അത് ചെയ്യാൻ എനിക്ക് മനസ്സിന് തയ്യാറല്ല. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ആ ഒരു വില പറയുന്നുണ്ടെങ്കിൽ അതിനുള്ളത് ആ ഐറ്റത്തിലുണ്ട്. വില അത് പറഞ്ഞേ പറ്റൂ. അത് പറഞ്ഞേ പറ്റൂ. അത് കാരണം എന്താ വെച്ചാല് ആ വിലയിലും കുറച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല. സാധാരണ ഒരാൾ ആ ഒരു സെയിൽ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി റേറ്റ് താത്തുമ്പോ നമുക്ക് അങ്ങനെയല്ല. നമ്മള് മത്സരിക്കാനേ ഇല്ല. ഞങ്ങൾ റെസ്റ്റോറന്റിലും ഞങ്ങൾ ആരോടും മത്സരിക്കാനില്ല. ഫാമിന്റെ പ്രൊഡക്ട്സിലും ഞങ്ങൾ മത്സരിക്കാനില്ല. കാരണം ഞങ്ങൾ മത്സരിക്കാനില്ലാത്ത എന്താ വെച്ചാൽ ഞങ്ങളുടെ പോലത്തെ സാധനങ്ങൾ വേറെ എവിടെ ഇല്ല. അതിൽ ആവശ്യം സംശയമില്ല. ഞങ്ങൾക്ക് അറിയാം. പിന്നെ കോമ്പറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കോമ്പറ്റ് ചെയ്യാൻ പോകണില്ല. അതാണ് പ്രശ്നം. ശരിക്കും ഈ ഒരു കോൺഫിഡൻസ് മാത്രം മതി നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി. അത് എനിക്കിത് ഉണ്ടായത് എന്റെ സ്വയം കോൺഫിഡൻസ് അല്ല. എന്നെ ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എനിക്ക് തന്ന കോൺഫിഡൻസാണ്. അവരാണ് എന്നോട് പറഞ്ഞത് ഇതിന്ന് വിടണ്ട. ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് സ്ഥിരം എല്ലാ ദിവസങ്ങളും വന്ന് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും പറയും ഞങ്ങൾക്ക് വലിയ സന്തോഷം ഇവിടെ വരുന്നത്. വിശ്വസിച്ച് കഴിക്കാം. വിശ്വസിച്ച് കഴിക്കാം.